കൊച്ചിയില് സദ്യ വാങ്ങാനായിട്ട് ആളുകളുടെ വലിയ തിരക്കാണ്. ഇപ്പോ നേരത്തെ തന്നെ ബുക്ക് ചെയ്തവരും അല്ലാത്തവരുമായി നിരവധി പേർ സദ്യ വാങ്ങാനായി ഹോട്ടലുകളുടെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ കാത്തു നിൽക്കുന്ന സമയമാണ്. സദ്യവട്ടത്തിന്റെ പാക്കിംഗും ഒക്കെ ഏറെക്കുറെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവും. നമുക്കപ്പോൾ സദ്യ എന്തായെന്ന് നോക്കാം. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷാബാസ് അഹമ്മദ്, ഹാപ്പി ഓണം. ഓണത്തിന് വീട്ടിൽ സദ്യ ഒരുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ ഒന്നിച്ചു കിട്ടുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ കൂടുതൽ ചെലവുള്ള ഇടങ്ങളായി മാറുകയാണ്. എന്തായി സദ്യവട്ടങ്ങളൊക്കെ വാങ്ങാനെത്തുന്നവരുടെ നീണ്ട നിരയായോ കൊച്ചിയിലെ പ്രധാനപ്പെട്ട കാറ്ററിംഗ് കേന്ദ്രങ്ങളിലൊക്കെ? സുജയ, ഹാപ്പി ഓണം. മലയാളിയുടെ ഒരു മാറി വരുന്ന ഒരു ശീലമാണല്ലോ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച് ഓണത്തിന് സദ്യയൊക്കെ വീട്ടിലേക്ക് നേരത്തെ പാക്ക് ചെയ്ത് എത്തിക്കുക എന്നുള്ളത്. അത്തരത്തിൽ തന്നെ കൊച്ചിയിലെ കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ഒക്കെ വലിയ നീണ്ട നിരയാണ് ഈ ആളുകളുടെ സദ്യ വാങ്ങാനായി. ഈ സദ്യയുടെ പാക്കിംഗ് ഒക്കെ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കാണാം നിരവധി പാക്കറ്റുകളാണ് ഇങ്ങനെ ഇലയടക്കം എല്ലാ വിഭവങ്ങളും അടക്കം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ രാവിലെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ടോക്കൺ എടുത്ത് ആളുകൾ സദ്യ വാങ്ങുന്നുണ്ട്, അല്ലാതെ നേരത്തെ എത്തിയവരുമുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഈ സദ്യ വാങ്ങാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, ടോക്കൺ കിട്ടിയോ? നേരത്തെ ബുക്ക് ചെയ്താണോ ചേച്ചി? ബുക്ക് ചെയ്താണോ? ഇന്ന് വീട്ടിൽ മുഴുവൻ ഇവിടെ നിന്നുള്ള സദ്യയാണ്. ചേട്ടൻ ടോക്കൺ കിട്ടിയോ? നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? എത്ര ആൾക്കുള്ള സദ്യ? അപ്പോൾ ഏകദേശം ആളുകൾ വന്ന് വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നോക്കിയാൽ കാണാം ഈ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിറയെ പാക്ക് ചെയ്യാനുള്ള സദ്യവട്ടങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ തന്നെ സമയം 12 മണി കഴിഞ്ഞു. ഈ സ്ഥാപനത്തിന്റെ ഓണർ സുവിത്തേട്ടനുണ്ട്. സുവിത്തേട്ട, ഇനിയും ഒരുപാട് സദ്യവട്ടത്തിന്റെ പാക്കിംഗ് ഒക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സദ്യയൊക്കെ വാങ്ങാനായിട്ട് ആളുകളൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നു. 3 പേർക്കുള്ള സദ്യ, 4 പേർക്കുള്ള സദ്യ, അങ്ങനെ കുടുംബത്തിൽ എല്ലാവർക്കുമായിട്ടുള്ള സദ്യവട്ടം, തൂശനില അടക്കം അങ്ങനെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ സദ്യ വാങ്ങിയോ ഉണ്ടാക്കിയോ ഒക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കി തീർന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ.